ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലൈഫ് ഇൻ എ ഫ്രെയിം 1995 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയിലയാണ്. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പൊടികൾ എന്തൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചാൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ പുളി. ഇത് രണ്ടും മസ്റ്റാണ്. ഇതൊന്ന് ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ കറി വെക്കണം കേട്ടോ. സെയിം അയില കറി തന്നെയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ എണ്ണ, പിന്നെ ആദ്യമേ ഇട്ടത് ഞാൻ ഉലുവയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ഉലുവ മസ്റ്റാണ് മീൻ കറിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തത് കുറച്ച് പെരുംജീരകം ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ അതെല്ലാം രണ്ടും മൂത്ത് വന്ന ശേഷം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് രണ്ടും കൂടിയും ഈ നാലെണ്ണം കൂടി ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിടുക കേട്ടോ, നല്ല ടേസ്റ്റുള്ള. അപ്പോൾ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്ന ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. കശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല, പെട്ടെന്ന് മീൻ കറി ചീത്തയായി പോവും. അതുകൊണ്ട് ഈ 2 പൊടികൾ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് തക്കാളി വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം പുളിവെള്ളം ആഡ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യുക. മീൻ കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ അരപ്പ്, അതായത് തേങ്ങ, പിന്നെ കുറച്ച് നല്ല ജീരകം, സാധാ ജീരകമല്ലേ ആ ജീരകം കുറച്ച്, അത് രണ്ടും കൂടി ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചത് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കരിവേപ്പില കുറച്ച് അധികം ഇട്ടോളൂ. അത് തിളച്ച് വരുമ്പോൾ ഒരു നല്ല ഫ്ലേവർ തരും കേട്ടോ ഈ കറിക്ക്. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കറി നല്ലോണം തിളച്ച് വരട്ടെ. കറി ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് വേറൊരു പാനിൽ കുറച്ച് കരിവേപ്പിലയും എണ്ണയും, പിന്നെ ഇത് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ചതച്ചിട്ടിടാം കേട്ടോ. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമോ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ മീൻ ഇങ്ങനെ ഇടുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷേക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറക്കാൻ, അതായത് മീൻ മറിച്ച് കൊടുക്കില്ലേ, മറ്റേ ഭാഗം വേവിക്കാൻ വെക്കൂലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറക്കാൻ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടും അടുപ്പത്തായി, അതായത് മീൻ വറുക്കാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കറിയും ആകുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. എല്ലാവരും എന്താ പറയുക, കഴിച്ച് കഴിഞ്ഞ് ഒരുമിച്ച് പാത്രം കഴുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എല്ലാവരും ആ സമയം കൊണ്ട് ഇപ്പോൾ രണ്ടും കറി പിന്നെ വറുക്കാനും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ നേരം കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ നേരം കൊണ്ട് പാത്രങ്ങൾ, അതുവരെ യൂസ് ചെയ്ത പാത്രങ്ങൾ നമ്മൾ കഴുകിയെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് പണി അത്രയും ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക. മീൻ വൃത്തിയാക്കുമ്പോൾ കത്തിയും സിസറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോഴേ കഴുകിയെടുക്കണേ. അപ്പോൾ ഞാനങ്ങനെയാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ പാത്രങ്ങളെല്ലാം ഞാനങ്ങനെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം കഴുകിയ ശേഷം പാത്രങ്ങൾ അതാ സ്ഥാനത്തെല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ കൊച്ചടുക്കള. എനിക്ക് ഈ അടുക്കള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ എൻ്റെ മീൻ വറുത്തത് മറ്റേ ഭാഗം മറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് എന്താ വെച്ചാൽ കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, കരിവേപ്പില, പിന്നെ പച്ചമുളക്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടിയും കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഉള്ളി ഒരു
ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ കറിയിൽ. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് എന്താ വെച്ചാൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞതാട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച ശേഷം അവിടെ തൊലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ വൃത്തികേടല്ലേ, അപ്പോഴേ നമ്മളത് വൃത്തിയാക്കി വെക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസ്ക്കും ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാൻ കുറച്ച് പച്ചക്കറികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാണ് കേട്ടോ. ഇത് അച്ചാർ പൊടി, അതുപോലെ പച്ചക്കറി മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ റീസ്റ്റോക്ക് ചെയ്യുകയാണ്. അന്നേരം കൊണ്ടുതാ നമ്മുടെ കറി എല്ലാം ബാലൻസ്ഡ് ആയിട്ടുണ്ട്, കഴിക്കാൻ പോവുകയാണ്. അടിപൊളി മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീൻ ഫ്രൈയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻ കറി, മീൻ വറുത്തതും, പിന്നെ ഈ കാണുന്നത് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ. അങ്ങനെ ചോറെല്ലാം വിളമ്പി ഇത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മീൻകറി കൂട്ടുമ്പോൾ അച്ചാർ നിർബന്ധമുള്ളവർ നാരങ്ങ അച്ചാർ തന്നെ ട്രൈ ചെയ്യണം. എന്നുവെച്ചാൽ മീൻകറിക്ക് എപ്പോഴും നാരങ്ങ അച്ചാറാണ് അടിപൊളിയായിട്ട് ടേസ്റ്റ് കൊടുക്കുള്ളൂ. നല്ല കോമ്പിനേഷനാണ് കേട്ടോ രണ്ടും. അപ്പോൾ അതാ മീൻകറി ഒഴിച്ചിട്ട് കഴിക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അതാ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം കേട്ടോ. ഒരു വീട്ടിൽ തീരാത്ത പണി എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകൽ തന്നെ ആയിരിക്കുമല്ലേ, അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ ഇപ്പോഴിപ്പോൾ ഇത്ര പാത്രങ്ങളായി. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാത്രങ്ങളും കൂടി ആയി കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളായേനെ. അപ്പോൾ അപ്പോഴേ കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ തലവേദന ഉണ്ടാവില്ല. ഇപ്പോൾ വർക്കിംഗ് വുമൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് കഴുകാമെന്നൊക്കെ വിചാരിക്കും. മനസ്സിലാക്കാം, ചിലപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും എത്ര നേരം വേണം പാത്രം കഴുകാനായിട്ട്? ഒരു അരമണിക്കൂർ അത്രയും വേണ്ടി വരില്ല. എന്നാലും അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾ എണീച്ച് വരുമ്പോൾ അടുക്കള വൃത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ രാവിലെ തന്നെ ഈ സിങ്കിൽ പാത്രം നിറഞ്ഞതും വൃത്തിയോടെ കിടക്കുമ്പോൾ നമുക്ക് ഒരു മൂഡ് പോവും ഇല്ലേ? എനിക്കങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നല്ല, എന്നും എത്ര ലേറ്റ് ആയാലും ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ കിടക്കാൻ പോകാറുള്ളൂ. അതാകുമ്പോഴേക്ക് രാവിലെ എണീച്ചിട്ട് പണിയെടുക്കാൻ ഒരു മൂഡായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുക്കള വൃത്തികേടാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. എനിക്കങ്ങനെ കുറേ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസമേ പോക്കായിരിക്കും. സോ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകിയ ശേഷം സിങ്കും വൃത്തിയാക്കി വെക്കുക. ഞാൻ എന്നും കഴുകി വെക്കാറുണ്ട് കേട്ടോ സിങ്ക്. അപ്പോൾ അത് കഴുകിയ പാത്രങ്ങളെല്ലാം ഞാൻ അത് അവസാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്.
ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് അടുക്കള പാത്രങ്ങളെല്ലാം കഴുകിയ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ച് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അതിന് ശേഷം ഞാൻ അടിച്ച് വാരി ഒന്ന് തുടച്ച് വെക്കും കേട്ടോ അടുക്കള. അപ്പോൾ രാവിലെ വരുമ്പോൾ എനിക്ക് ഈസി ആയിരിക്കും, ഒരു ഇൻട്രസ്റ്റും ആയിരിക്കും പണിയെടുക്കാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കിടക്കണതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് ഞാൻ പുറത്ത് കാറ്റെല്ലാം കൊണ്ട് ഒന്ന് വോക്കെല്ലാം ചെയ്തിട്ട് ഞാൻ കിടക്കാൻ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.